ആര്യ അങ്കിൾ, ഭാഗ്യവാനാ നീ. തെന്മലയിൽ 2 ദിവസമായിട്ട് മഴ കുറവാ. അല്ലെങ്കിൽ മോനെ മലവെള്ളം കൊണ്ടുപോയിട്ടുണ്ടാവും. പൊടി പോലും കിട്ടൂല. ഒരു സെക്കൻഡ് മനസ്സിന്റെ കണക്കുകൂട്ടൽ പഴച്ചു അങ്കിൾ. മോൾ എല്ലാ കാര്യവും പറഞ്ഞു. മോൻ വിഷമിക്കണ്ട. എല്ലാം ദൈവത്തിന്റെ കളികളാ. പരീക്ഷണങ്ങളിൽ ചാടിക്കുന്ന ദൈവം തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ആ, കൂട്ടുകാരൻ വരാൻ 2 ദിവസം കഴിയുന്നല്ലേ പറഞ്ഞ്? അയാൾ വന്ന് കണ്ടിട്ട് പോയാൽ മതി. അതെ, ഇനി അവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതുവരെ ഇവിടെ കൂടിക്കോ. എനിക്കും എന്റെ മോക്കും ഒരു പ്രശ്നമില്ല. പപ്പയ്ക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയപ്പോ സന്തോഷായല്ലേ? ആ മോളെ, പപ്പക്കൊന്ന് പുറത്തു കൊണ്ടുവന്നു. ആ പിന്നെ മാനേജർ സാർ ചോദിച്ചത് മോൾ എപ്പോഴാ ജോയിൻ ചെയ്യുന്നതെന്ന്. പിന്നെ ഒരു തേയില കമ്പനിയുടെ മാനേജറുടെ PA എന്ന് പറഞ്ഞാൽ ചെറിയ പോസ്റ്റ് ഒന്നല്ല. പലരും മുട്ടുന്നുണ്ട്. വരട്ടെ പപ്പ, എനിക്ക് ഇഷ്ടമുള്ള ജോലി ശരിയാവും. മോള് പുറത്ത് ശ്രമിക്കും. ഇനി അതല്ല, ഈ ജോലി മതിയെന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ പപ്പയോട് പറഞ്ഞാൽ മതി. ജേക്കബേടിന്റെ വീട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ഇവിടെ നിന്നൊരു 10 അടി മുന്നോട്ട് നടന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ ജേക്കബേടിന്റെ വീടായി. ആര്യ, അയാളെ കൊല്ലാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിശ്വസിച്ചത് അവനെ മാത്രം. അതുകൊണ്ടാ ഞങ്ങൾ അവനെ കാഴ്ച കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോ ചതിയൻ. എന്റെ മനസ്സ് പറയുന്നു പ്രിയ ജയിലിലാവാൻ കാരണം അവനാന്ന്. ആര്യന്റെ തോന്നല് ശരിയാണെങ്കിൽ അതിനുള്ള വഴി ഇതല്ല. നമുക്ക് സത്യം കണ്ടുപിടിക്കാം. അതിന് ഞാൻ ആര്യനെ സഹായിക്കാം. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പുറച്ചപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.